ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. മനാഫ് എന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്റ്റാർ വാല്യൂ നേടിയ വ്യക്തി. അദ്ദേഹം ഇതുവരെ മറ്റു മനുഷ്യരാരും പറഞ്ഞിട്ടില്ലാത്തതായ ചില നിഗമനങ്ങൾ മനുഷ്യ മൈത്രിയെക്കുറിച്ച് പറഞ്ഞു വച്ചു. പക്ഷേ ഈ പറച്ചിലിൻ്റെ നിഷ്കളങ്കതയാണ് കേരളം ഏറ്റെടുത്തത്. മുൻപ് നമുക്ക് ചരിത്രത്തിലെ മഹാരഥന്മാരെല്ലാം മനുഷ്യ സ്നേഹത്തെ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പാടി പുകഴ്ത്തിയിട്ടുണ്ട്. സ്വന്തം കർമ്മം കൊണ്ട് തന്നെ മനാഫ് അതിനെയൊക്കെ അതിജീവിച്ച ഒരു വർത്തമാനകാല ചിത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. എത്രയൊക്കെ പ്രകോപനം ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയമായിട്ട് പോലും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ആ മനുഷ്യൻ ഓരോ ദിവസവും വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ കേരളം കയ്യടിയോടാണ് സ്വീകരിച്ചത്. കേരളത്തിൻ്റെ മനസാക്ഷി ഒരു ജാതി മത വർഗ വൈര രാഷ്ട്രീയത്തിനും വേണ്ടി അടിയറ വച്ചിട്ടില്ലെന്ന് തെളിയിച്ച കമൻറ്റുകളും തെളിയിച്ച വീഡിയോകളും തുടർച്ചയായി കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എത്രയൊക്കെ തന്നെ ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചില പരാമർശങ്ങൾ ഏതൊരു മനുഷ്യനും വികാരമുണ്ടാക്കാനും പ്രതിഷേധിക്കാനും വക വരുത്തുന്നതായിട്ടും ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും അതുപോലുള്ള ഒരു പ്രതികരണം അല്ല കേരളം കണ്ടത്. മറിച്ച് എനിക്ക് ആ കുടുംബം എൻ്റെ കുടുംബത്തെ പോലെയാണ്, അവരെ ഒരു തരത്തിലും വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല, അവർ വിളിച്ചാൽ ഞാൻ അപ്പോൾ ആ വീട്ടിൽ പോകും, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് തീർത്തുകൊള്ളാം, വാർത്താ മാധ്യമങ്ങളിലൂടെ ഖേദി നേടാൻ എനിക്കൊരു താല്പര്യവുമില്ല എന്ന് പറഞ്ഞിടത്താണ് മനാഫിൻ്റെ ഉയരം ഈ കേരളം തിരിച്ചറിഞ്ഞത്. അദ്ദേഹത്തിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ സമീപനത്തിലും വർത്തമാനങ്ങളിലും കൂടി അദ്ദേഹം പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. ഞാൻ ഒരു മനുഷ്യസ്നേഹിയാണെന്നും എനിക്കൊപ്പം ജോലി ചെയ്ത ഒരു ഡ്രൈവറെ അല്ലെങ്കിൽ ഒരു ജീവനക്കാരനെ അവസാന സമയം വരെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ടെന്നും അയാൾ ഇല്ലാതായാൽ ആ കുടുംബത്തിനെ ചേർത്തു പിടിക്കേണ്ട ബാധ്യത ഒരു മനുഷ്യനെന്ന നിലയിൽ എനിക്കുണ്ടെന്നും പലവട്ടം മനാഫ് പറഞ്ഞു വച്ചു. പക്ഷേ മനാഫിൻ്റെ ഈ വാക്കുകൾ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ചിലരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അവരിൽ ചിലരാണ് അർജുൻ്റെ ഈ കുടുംബത്തിനെ ഇത്തരത്തിൽ ഒരു പ്രസ് കോൺഫറൻസിലേക്ക് പ്രേരിപ്പിച്ചതെന്നാണ് വാർത്തകൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതിന് അവർ തന്നെ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. കാരണം കേരളം മുഴുവൻ ആ കുടുംബത്തിനെതിരായി തന്നെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആ കുടുംബത്തിന് അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. മനാഫ് നിരപരാധിയാണെന്നും ആ മനുഷ്യന് ഒരു ലാഭേച്ഛയും ഇക്കാര്യത്തിൽ ഇല്ല എന്നും എല്ലാ കോണുകളിൽ നിന്നും ഉയർന്ന് വന്ന വാർത്തകൾ സ്ഥിരീകരിച്ചപ്പോൾ കുടുംബത്തിന് അവർ ഉയർത്തിയ ഒടുവിലത്തെ വിവാദത്തിൽ നിന്നും സ്വയം പിന്മാറേണ്ടി വന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ തൻ്റെ ജീവനക്കാരൻ പുഴയിൽ അകപ്പെട്ടു പോയപ്പോൾ അയാളെ ഡെഡ് ബോഡിയെങ്കിലും തിരിച്ചു കിട്ടുന്നത് വരെ മടങ്ങിപ്പോവില്ല എന്ന് പറഞ്ഞ് 72 ദിവസം കാത്തിരുന്നതിൻ്റെ ചിത്രം കേരളം അനുതാപത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. ആ ഡെഡ് ബോഡി തിരിച്ച് കിട്ടിയപ്പോൾ ഇതാ ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുന്നു, അർജുനെയും കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ വാക്കുകളിലെ ആർജവത്വത്തിന് നമ്മൾ ഉയർന്ന വില തന്നെ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ആ വില മഹാമനസ്കതയുടെ വിലയാണ്, അത് മാനവ സ്നേഹത്തിൻ്റെ വിലയാണ്, അത് മനുഷ്യത്വത്തിൻ്റെ വിലയാണ്. പക്ഷേ എല്ലാത്തിലും ജാതിയും രാഷ്ട്രീയവുമൊക്കെ ചികഞ്ഞു നോക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും
തൃപ്തി വന്നിട്ടില്ല എന്ന് ചില ദുസ്സൂചനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് എക്കാലത്തും അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വർത്തമാനകാലത്ത് അത് കുറേ കൂടി വ്യാപകമായി എന്ന് പറയേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഒരു തരത്തിലും മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നതോ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതോ ആയ ഒരു കമൻ്റ് പോലും ഒരു സമയത്തും പറഞ്ഞിട്ടില്ലാത്ത മനാഫിനെതിരെ ഇത്തരത്തിൽ ഒരു FIR ഇടേണ്ടി വന്ന കേരള പോലീസിനെ കുറിച്ച് നമുക്ക് മറ്റെന്താണ് പറയാൻ കഴിയുക? ഇത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഇവിടെ രൂപപ്പെട്ടത്? ഇത് സാക്ഷര കേരളമാണ് എന്ന് പലരും വിസ്മരിച്ചു പോയി. ഇവിടുത്തെ ജനങ്ങളെ പല തട്ടുകളിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വ്യാമോഹിച്ചിരുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരിക്കലും കേരളത്തിൻ്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല. പല സമയങ്ങളിലും നമ്മളത് കണ്ടതാണ്. പ്രളയകാലത്തും കോവിഡ് കാലത്തും ഒക്കെ മനുഷ്യൻ ഒറ്റക്കെട്ടായി നിന്ന് പടപൊരുതിയ ചരിത്രമാണ് കേരളത്തിന് പറയാനുള്ളത്. ജാതി കൊണ്ടോ രാഷ്ട്രീയം കൊണ്ടോ കേരളത്തിനെ അങ്ങനെയൊന്നും വ്യത്യസ്തമാക്കാൻ ആർക്കും കഴിയില്ല, വിഭജിക്കാനും കഴിയില്ല. കാരണം ഇവിടെ മനുഷ്യർ ഒരുമയോടുകൂടി ജീവിച്ചിരുന്ന ഒരു ചരിത്രം നമുക്ക് പശ്ചാത്തലത്തിലുണ്ട്. ആ ചരിത്രത്തിൽ നിന്നും ചില വിള്ളലുകൾ ഉണ്ടാക്കാൻ ചില ആളുകളുടെ ശ്രമം ഉണ്ടെങ്കിലും പലപ്പോഴും അതിൽ നിന്നും കുതറി മാറിയ ചരിത്രം തന്നെയാണ് കേരളത്തിന് ഇപ്പോഴും പറയാനുള്ളത്. മനാഫിന് എതിരെ അർജുൻ്റെ കുടുംബം തിരിഞ്ഞപ്പോൾ മനാഫിനൊപ്പം നിന്നത് ജാതിയോ മതമോ രാഷ്ട്രീയമോ പരിഗണിക്കാതെ കേരളത്തിലെ പ്രബുദ്ധരായ ജനതതി ആയിരുന്നു. ഒരു കമൻ്റ് കൊണ്ട് പോലും മനാഫിനെതിരെ ഒരു വർഗീയ പരാമർശം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ച കേരളത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആദരവോടുകൂടി തന്നെ തല കുനിക്കേണ്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും നിറഞ്ഞു നിന്ന നിഷ്കളങ്കതയും ആർജവത്വവും ഈ മീഡിയാസ് മുഴുവൻ വാനോളം പുകഴ്ത്തിയതും നമ്മൾ കണ്ടതാണ്. നിഷ്പക്ഷ മതികൾ പോലും മനാഫിനെ തലകുലുക്കി മനുഷ്യനാണെന്ന് വിളിച്ച ഓരോ സന്ദർഭങ്ങളും കേരളം വികാരത്തോടെയാണ് കണ്ടു നിന്നത്. നമ്മളിൽ നിന്നും നന്മ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന എത്രയോ സന്ദർഭങ്ങൾ. ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് കേരളത്തിൽ ഉടനീളം ഇപ്പം എത്രയോ അമ്മമാരുണ്ട്. അവർ സ്വന്തം മക്കളെ ചേർത്ത് പിടിക്കുന്നത് പോലെയാണ് മനാഫിനെ ചേർത്ത് പിടിക്കുന്നത്. നേരിട്ട് കണ്ടില്ലെങ്കിലും മനാഫിൻ്റെ യൂട്യൂബ് ചാനലിന് താഴെ വരുന്ന കമൻറ്റുകൾ മാത്രം മതി ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി കേരളത്തിന് എത്രത്തോളം പ്രിയപ്പെട്ടവനായി മാറി എന്നുള്ളത്. ഇതുവരെയായും ഈ മനാഫിന് അങ്ങ് ചില കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായെങ്കിലും ചിലരെങ്കിലും ആ കുറ്റപ്പെടുത്തലുകൾക്ക് തലകുലുക്കി കീജൈ വിളിച്ചു എങ്കിലും മഹാഭൂരിപക്ഷവും ഈ മനുഷ്യൻ്റെ നന്മയ്ക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ മതി. ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് ആളുകൾ 8 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് വന്നു എങ്കിൽ അതിൻ്റെ പിന്നിൽ ആ ചാനലിനോടുള്ള സ്നേഹമല്ല, മറിച്ച് മനാഫിനോടുള്ള സ്നേഹമായിരുന്നു. വെറും 10,000-ൽ താഴെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആ ചാനലിന് ഈ അർജുൻ്റെ കുടുംബം പത്രസമ്മേളനത്തിന് ശേഷം ഈ യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 2 ദിവസം കൊണ്ട് 8 ലക്ഷത്തിൻ്റെ വർധനവാണ് ഉണ്ടായത്. അത് ഒരു അത്ഭുതമാണ്. ഈ അത്ഭുതം സമ്മാനിച്ചതാകട്ടെ കേരളത്തിലെ പ്രബുദ്ധ ജനതയുമാണ്. സാംസ്കാരിക കേരളത്തിൻ്റെ ഏറ്റവും വലിയ കൊടിയടയാളമായി ഇത് വാഴ്ത്തപ്പെടേണ്ടി വരുന്നു. നമ്മളെല്ലാം മനുഷ്യരാണെന്നും മനുഷ്യ നന്മയാണ് നമ്മുടെയൊക്കെ ആത്യന്തിക ലക്ഷ്യമായി മാറേണ്ടത് എന്നും മനാഫിനെ പോലുള്ളവർ പറഞ്ഞു വെക്കുമ്പോൾ അതിനോടൊപ്പമാണ് കേരള ജനത. അവിടെ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജീവനക്കാരനാണ് അർജുൻ, എൻ്റെ സഹോദരനെ പോലെയാണ്, എൻ്റെ കുടുംബാംഗമാണ്.
അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഞാൻ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും. എന്തെങ്കിലും വേദനിപ്പിക്കുന്ന സംഭവം ഞാൻ കാരണം അവർക്കുണ്ടായെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്നുപോലും പറയാനുള്ള മഹാമനസ്കത ഓരോ സമയത്തും മനാഫ് കാണിച്ചു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലത്തെ വാർത്ത പോലും ഈ പത്രസമ്മേളനം കൊണ്ട് മനാഫിനെ വേദനിപ്പിച്ചെങ്കിലും ആ കുടുംബം വിളിച്ചപ്പോൾ തിരികെ ആ വീട്ടിലേക്ക് പോകാൻ മനാഫ് തയ്യാറായി എന്നുള്ള നല്ല വാർത്തയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത്. മറ്റൊന്നുകൂടി പറഞ്ഞു വെക്കാതെ വയ്യ, മനാഫിനെതിരെ FIR ഇട്ട പോലീസ് തന്നെ മനാഫിനെ പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയും ഇപ്പോൾ ഒപ്പം ചേർന്ന് വന്നിരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നുണ്ട്, മനുഷ്യൻ എത്രയോ മഹത്തായ പദം. മനാഫ് നമുക്കിടയിൽ നമ്മുടെ മനസ്സിൽ ചേക്കേറിയത് ആ മഹത്തായ പദം കൊണ്ട് തന്നെയാണ്. മനാഫെ, നിന്നോടൊപ്പമാണ് കേരളം. നിനക്ക് എന്നും നല്ലത് വരട്ടെ.